നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3 തുറക്കും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അധ്യയന വർഷത്തിന് തുടക്കമാവുക ജൂൺ 3 പ്രവേശനോത്സവത്തോടെ. സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും വർദ്ധിപ്പിക്കും. ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതിക്ക് യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗുണകരമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. പുതിയ സർക്കുലർ പുറത്തിറക്കി ഗതാഗത വകുപ്പ്. പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തുകയും 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവിൽ ഇളവ് വരുത്തിയുമാണ് പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹം. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് കണ്ടത് കാട്ടുപൂച്ചയാണെന്ന നിഗമനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3 തുറക്കും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജൂൺ 3 പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷത്തിന് തുടക്കമാവുക. അതിനു മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ഉന്നതതല യോഗത്തിൽ നിർദ്ദേശമുയർന്നു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്കൂളും പരിസരവും വൃത്തിയാക്കണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം. സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ, ഹോർഡിംഗ്സ് എന്നിവ മാറ്റണം. സ്കൂളിലേക്കുള്ള വഴി, പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ, വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ. സ്കൂൾ ബസ്സുകൾ, സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം. എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം. ശുചിത്വ വിദ്യാലയം, ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം. വസ്ത്രം, പുസ്തകം, ഉച്ചഭക്ഷണം ഉറപ്പാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്തമാക്കാൻ കുട്ടികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ എന്നിവരുടെ സഹകരണവും ഉറപ്പുവരുത്തണം. രക്ഷാകർത്താക്കളെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക് CCTV. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും വർദ്ധിപ്പിക്കും. ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതിക്ക് യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം. നിലവിലുള്ള 9 പൈസയ്ക്ക് പുറമെയാണ് 10 പൈസ കൂടി സർചാർജ് ഏർപ്പെടുത്തുക. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് 10 പൈസ കൂടി ഈടാക്കുന്നത്. അതേസമയം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗുണകരമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമാണ് വൈദ്യുതി നിയന്ത്രണം. വൻകിട വ്യവസായികളിൽ ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നത്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗാർഹിക ഉപയോക്താക്കളെ ബാധിക്കില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. പുതിയ സർക്കുലർ പുറത്തിറക്കി ഗതാഗത വകുപ്പ്. പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തുകയും 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവിൽ ഇളവ് വരുത്തിയുമാണ് പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയത്. പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30 നിന്ന് 40 ഉയർത്തി. 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തി. 6 മാസം കൂടി 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനം ഉപയോഗിക്കുന്നതിനാണ് പുതിയ സർക്കുലറിൽ അനുമതി നൽകിയത്. പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിലുണ്ട്. സർക്കുലർ ഇറങ്ങിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീണ്ടും പുനരാരംഭിക്കാനാകും. സമരത്തെ തുടർന്ന് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് നിർത്തിവച്ചിരിക്കുകയാണ്. CCTV ന്യൂസ്, കേച്ചേരി.
വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നതിനെ തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് കണ്ടത് കാട്ടുപൂച്ചയാണെന്ന നിഗമനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ഇന്നലെ രാത്രി 11 മണിയോടെ കൊമ്പത്തേൽപ്പടി കിഴക്കുഭാഗം കല്ലൂർ മതിലകത്ത് അക്ബറിന്റെ വീടിന് സമീപത്താണ് പുലിയെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ജീവിയെ കണ്ടത്. നായ്ക്കൾ ശക്തമായി കുരയ്ക്കുന്നത് കേട്ട് നോക്കിയപ്പോഴാണ് വീടിന് മുന്നിലെ തറയിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവി നിൽക്കുന്നത് കണ്ടത്. ഭയന്ന് വീടിനകത്തേക്ക് കയറിയ അക്ബറിന്റെ ഭാര്യ സെബീന ബന്ധുക്കളെയും പോലീസിലും വിവരം അറിയിച്ചു. പോലീസ് എത്തി അന്വേഷിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ സമീപത്തും തറയിലും കണ്ടെത്തിയിരുന്നു. റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് റേഷൻ കടകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. വെയിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് റേഷൻ വിതരണത്തിന്റെ സമയത്തിൽ മാറ്റം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നത് പരിഗണിച്ച് റേഷൻ വിതരണത്തിന്റെ സമയത്തിൽ മാറ്റം. രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമായി റേഷൻ വിതരണ സമയം പുനഃക്രമീകരിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. ജില്ലാ സപ്ലൈസ് ഓഫീസർമാർ സമയമാറ്റം സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. വേനലിന്റെ ആരംഭമായ മാർച്ച് മാസത്തിൽ തന്നെ ജില്ലകൾ തിരിച്ച് റേഷൻ വിതരണം പുനഃക്രമീകരിച്ചിരുന്നു. പിന്നാലെ ഏപ്രിലിൽ മസ്റ്ററിംഗ് സംബന്ധമായ പ്രവർത്തനങ്ങൾക്കിടെ സമയക്രമം സംസ്ഥാനമൊട്ടാകെ പാലിക്കാൻ കഴിയാത്ത നിലയിൽ എത്തിയിരുന്നു. മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വലിയൊരു പരിധിവരെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ സമയക്രമത്തിലെ മാറ്റം. വെയിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സമയമാറ്റം. CCTV ന്യൂസ് കേച്ചേരി. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ആക്സ് ഗുരുവായൂർ ബ്രാഞ്ച് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് മാർട്ടിൻ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദ് പട്ടണത്ത്, രക്ഷാധികാരി PK ചെറിയാൻ, വൈസ് പ്രസിഡന്റ് ഫൈസൽ പേരകം, CD ജോൺസൺ, വത്സൻ കളത്തിൽ, KPA റഷീദ്, PI സൈമൺ, KT സഹദേവൻ, KP മോഹൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങരംകുളം ഒതളൂരിൽ 15 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒതളൂർ മുപ്പത്തിൽ പവദാസിന്റെ മകൾ നിവേദിയാണ് മരിച്ചത്. വീടിനകത്ത് ബാത്റൂമിൽ കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ട നിവേദിയെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ചങ്ങരംകുളത്തെ സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കുന്നംകുളം ചിറളയം ബദിനി കോൺവെന്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശനിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. റീന മാതാവും ആദിത്യ സഹോദരിയുമാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഞായറാഴ്ച പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കും. പഴഞ്ഞി പാമ്പാടി തീർത്ഥാടന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കാലത്ത് 8:30 ഞാലിയങ്കുഴി ദയറ മാനേജർ മാത്തുക്കുട്ടി റമ്പാച്ചൻ കുർബാന അർപ്പിക്കും. പാമ്പാടി ദയറ മാനേജർ ഫാദർ അനൂപ്, പഴഞ്ഞി കത്തീഡ്രൽ വികാരി ഫാദർ ഐസക് ജോൺ, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. കത്തീഡ്രൽ ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൽ C സൈമൺ, സംഘം പ്രസിഡന്റ് MI ബാബു, സെക്രട്ടറി PU ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും. പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയുമുണ്ടാകും. പഴഞ്ഞി ഐനൂർ നൂറുൽ ഹുദ ജുമാ മസ്ജിദും ദി ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കും. ഐനൂർ നൂറുൽ ഹുദ മദ്രസയിൽ വെച്ച് നാളെ രാവിലെ 9 മണിക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻറ്റോ റെനി ഉദ്ഘാടനം ചെയ്യും. മഹല്ല് പ്രസിഡന്റ് ഫൈസൽ TA അധ്യക്ഷനാകും. ഷാജൻ മാസ്റ്റർ, ഖബീർ വാക്കയിൽ എന്നിവർ സംസാരിക്കും. ക്യാമ്പിൽ നേത്ര സംബന്ധമായ എല്ലാ രോഗങ്ങളുടെയും പരിശോധന ഉണ്ടാകും. മിതമായ നിരക്കിൽ കണ്ണടകളും ലഭ്യമായിരിക്കും. കൊടും ചൂടിൽ വെള്ളം കിട്ടാതെ വലയുന്ന യാത്രക്കാർക്കു വേണ്ടി സംസ്ഥാന പാതയിൽ കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിന് സമീപം വാട്ടർ ഡിസ്പെൻസർ സ്ഥാപിച്ചു. കടവല്ലൂർ വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രമോഷാണ് 1 ലക്ഷം രൂപ ചെലവ് വരുന്ന ശുദ്ധീകരിച്ച കുടിവെള്ള സംവിധാനം ഒരുക്കിയത്. ഇവിടെ സാധാരണ വെള്ളത്തിന് പുറമെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ലഭിക്കും. മാതാവ് ദേവകിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ദേവകി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് സൗജന്യ കുടിവെള്ള വിതരണം. രാവിലെയും വൈകിട്ടും കടകൾ തുറക്കാത്ത സമയത്തുമാണ് യാത്രക്കാർക്ക് ഈ സേവനം കൂടുതൽ ഉപകരിക്കുന്നത്. ഒട്ടേറെ പേർ ബോട്ടിലുകളിൽ കുടിവെള്ളം നിറച്ചു കൊണ്ടുപോകാൻ ഇവിടെ എത്തുന്നുണ്ട്. പോർക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണ യോഗവും നടന്നു.
പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പോർക്കുളം കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ നിതിൻ ആമുഖ പ്രഭാഷണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ആർ പ്രേംരാജ് വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് ജിഷ ആശംസകൾ അർപ്പിച്ചു. മെയ് 6 മുതൽ 10 വരെയുള്ള തീയതികളിൽ 13 വാർഡുകളിലും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതി യോഗങ്ങൾ. മെയ് 8 മുതൽ 10 വരെ സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും ശുചീകരണ പരിപാടി. മെയ് 13 മുതൽ 14 വരെയുള്ള തീയതികളിൽ തോട്ടങ്ങളിലും നിർമ്മാണ സ്ഥലങ്ങളിലും ശുചീകരണം, കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ. മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം. മെയ് 17, 18 തീയതികളിൽ നിപ വൈറസ് പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആശുപത്രികളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ. മെയ് 20, 21, 22 തീയതികളിൽ ഗാർഹിക പൊതുസ്ഥല ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും. ഈഡിസ് കൊതുക് സാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ സംയോജിത കൊതുക് നിയന്ത്രണം. മെയ് 21 ഹെൽത്തി കേരള പരിശോധന. മെയ് 29 മുതൽ ജൂൺ 10 വരെ ജലശുദ്ധീകരണം ബോധവൽക്കരണ പരിപാടി. മെയ് 31 ലോക പുകയില രഹിത ദിനം, ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരണം. സ്കൂളുകളിൽ വെള്ളിയാഴ്ച, സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച, വീടുകളിൽ ഞായറാഴ്ച എന്നിങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ PC കുഞ്ഞൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് P നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വനിതാ മെഗാ എക്സ്പോയ്ക്ക് തുടക്കമായി. ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസീം മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിംഗ് പ്രസിഡന്റ് സൂസൻ സക്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചേംബർ ട്രഷറർ MK പോൾസൺ, ജോയിന്റ് സെക്രട്ടറി രാജു ചുങ്കത്ത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, എക്സിബ ജോർജ്, ചേംബർ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ശനി, ഞായർ ദിവസങ്ങളിലായി ചേംബർ ടവറിലാണ് എക്സ്പോ. രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രദർശനം. കരകൗശല വസ്തുക്കൾ, ഫുഡ് സ്റ്റാളുകൾ, അലങ്കാര ചെടികൾ, വാഹനങ്ങൾ, ഫർണിച്ചറുകൾ, IT, പവർ, ഇലക്ട്രോണിക്സ് തുടങ്ങി 40-ൽ പരം സ്റ്റാളുകളാണ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ കുട്ടികൾക്കായി കിഡ്സ് ഷോ, മ്യൂസിക് നൈറ്റ്, DJ നൈറ്റ് വിത്ത് ഡിന്നർ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. 2 മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇന്ധന ടാങ്കുകളിലാണ് മണ്ണും ഉപ്പും നിറച്ച് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് പണി നിർത്തി, യന്ത്രങ്ങൾ നിർത്തി ജീവനക്കാർ പോയി. ശനിയാഴ്ച രാവിലെ എത്തി എൻജിൻ പ്രവർത്തിപ്പിച്ചപ്പോഴാണ് തകരാർ കണ്ടെത്തിയത്. മണ്ണ് നിറഞ്ഞതോടെ എൻജിനുള്ളിലെ ഓയിൽ അടക്കമുള്ളവ പുറത്തേക്ക് തെറിക്കുകയായിരുന്നു. യന്ത്രങ്ങൾ നന്നാക്കിയെടുക്കണമെങ്കിൽ 6 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. ഇന്നലെ നമ്മൾ വർക്ക് 6-6:30 വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് 6:30 വർക്ക് നിർത്തിപ്പോയി. അങ്ങനെ തിരിച്ചിരുന്ന് രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഓപ്പറേറ്റർ വന്ന് എഞ്ചിൻ ഓണാക്കി, വണ്ടി ഓണാക്കിയപ്പോഴത്തേനും ഓയിൽ ഫുള്ളായിട്ട് മറിഞ്ഞ് നല്ല സ്പ്രെഡായിട്ട് തെറിച്ചു വന്നു. കാരണം നോക്കിയപ്പം ഇതിൻ്റെ ഓയിലിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാപ്പ് ഊരിയിട്ട് ആരോ പുറത്ത് വലിച്ച് എറിഞ്ഞിട്ടിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് റോഡ് പണി കരാറെടുത്ത ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടർ CS ഇബ്രാഹിം ഖലീൽ കുന്നംകുളം പോലീസിലും സ്ഥലം MLAയ്ക്കും പരാതി നൽകി. അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ കടുത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. പരിസരവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ സമാന്തരമായി ചെറുപാതകൾ നിർമ്മിച്ച ശേഷമാണ് മറ്റിടങ്ങളിൽ പണി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അതുവഴിയെത്തിയ ടോറസ് ലോറികൾ തടഞ്ഞത് വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ സാമൂഹിക വിരുദ്ധർ വലിച്ചു കളയുകയും ചെയ്തിരുന്നു. ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ജീവനക്കാർ ആരോപിച്ചു. ഓപ്പറേറ്റർമാരെ കൊണ്ടുവിടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ സൈഡിലെ കോശം കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ വലിച്ചു പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവർ തുറന്ന് ഓയിൽ തെറിക്കുന്നുണ്ട് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് മണ്ണെല്ലാം മാരിയിട്ടിട്ടാണ് പോയേക്കുന്നത്. പരമാവധി എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 മാസം കൊണ്ട് തന്നെ 3.5 കിലോമീറ്ററോളം വർക്ക് ടാറിങ്ങിന്റെ ലെവലിലേക്ക് എത്തിച്ചു. ഇപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ മഴക്കാലത്തിന് മുമ്പ് ഈ കൾവേർട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 22 മീറ്ററോളം ലെങ്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് റോഡായിട്ട് തൊട്ടടുത്ത് തന്നെ ടാർ വേസ്റ്റ് കാര്യങ്ങളിലിട്ട് റെഡിയാക്കി കൊടുത്തു. എന്നിട്ടാണ് ഇതിന്റെ കട്ടിങ് തുടങ്ങിയത്. CCTV ന്യൂസ് പെരുമ്പിലാവ്.
പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന മോർ ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് മോർ ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വചന പ്രഘോഷണവും നടന്നു. ഫാദർ ജിബിൻ ചാക്കോ വചന പ്രഘോഷണത്തിന് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8 മണിക്ക് മോർ ദിയസ്കോറോസ് കുര്യാക്കോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും നടക്കും. തുടർന്ന് 10 മണിക്ക് ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തെ തുടർന്ന് ആശീർവാദവും 10:30 നേർച്ച ഭക്ഷണം വിളമ്പലും ഉണ്ടാകും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സിജി മാത്യു, ട്രസ്റ്റി സുബിൻ ജോർജ്, സെക്രട്ടറി CP ജോസ്, ട്രഷറർ CV ഗീവർഗീസ് എന്നിവർ നേതൃത്വം നൽകും. കായികരംഗത്ത് പ്രസിദ്ധമായ GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഞായറാഴ്ച സെലക്ഷൻ ട്രയൽ നടക്കും. രാവിലെ 7 മണിക്കാണ് GCC ഫുട്ബോൾ അക്കാദമിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ആരംഭിച്ച GCC ഫുട്ബോൾ അക്കാദമിയിൽ കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി, ഇന്ത്യൻ ആർമി താരം അബു താഹിർ, റംഷാദ്, ഷൈബിൻ, നിഖിൽ എന്നിവരാണ് മികച്ച കോച്ചിംഗ് നൽകുന്നത്. പുതുതലമുറയിലെ നിരവധി താരങ്ങളാണ് അക്കാദമിയിലൂടെ കാൽപന്ത് കളിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ച് മൈതാനങ്ങളിൽ കാറ്റ് നിറച്ച തുകൽപന്ത് കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്നത്. കഴിഞ്ഞ ദിവസം ചക്കോളാസ് ഗോൾഡൻ ട്രോഫിക്ക് വേണ്ടി ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ GCC അക്കാദമി അണ്ടർ 14, അണ്ടർ 17 വിഭാഗങ്ങളിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. സെലക്ഷൻ ട്രയലിന് ക്ലബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി, സെക്രട്ടറി AM ഇക്ബാൽ, ട്രഷറർ TM ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിവസമായി വെള്ളിയാഴ്ച കാളിയമർദ്ദനം, ശ്രീകൃഷ്ണ ബാലലീലകൾ, ബ്രഹ്മസ്തുതി, ഗോവർദ്ധനോദാരണം, കംസവധം, രാസലീല, രുക്മിണി സ്വയംവരം എന്നീ പ്രധാന ഭാഗങ്ങളുടെ പാരായണവും തത്വവിചാരവും ഉണ്ടായി. തുടർന്ന് താളമേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞവേദിയിൽ സമാപിച്ചു. സ്വയംവര ചടങ്ങുകൾക്ക് ശേഷം ചെറുവത്താണി കൈകൊട്ടിക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും നൃത്തം, മംഗള ആരതി എന്നിവയുണ്ടായി. ഞായറാഴ്ചയാണ് സപ്താഹം സമാപിക്കുന്നത്. പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, ട്രഷറർ VK രമാഭായ്, സുഗുണ പണിക്കർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി പാടത്തിനു സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് 2 പേർക്ക് പരിക്കേറ്റു. പ്രദേശവാസികളായ കൊണ്ടപ്പറമ്പിൽ വീട്ടിൽ കരുണ, പാഴിയോട്ടുമുറി പയ്യോളി വീട്ടിൽ ഗൗരി പ്രഭ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് 2ാം വാർഡ് വെള്ളാറ്റഞ്ഞൂരിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പള്ളിക്കുളത്തിന്റെ മധ്യത്തിൽ ജലസ്രോതസ് ഒരുക്കിയത് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണെന്ന് BJP. 12 അടി താഴ്ചയിൽ കുഴികുത്തി മണ്ണ് കുളത്തിൽ തന്നെ ഇട്ടതുമൂലം പരിസരവാസികൾ കുളിക്കുകയും കുട്ടികൾ നീന്തൽ പഠിക്കുകയും ചെയ്യുന്ന കുളത്തിൽ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും BJP നേതൃത്വം കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ വാർഡ് മെമ്പറുടേത് ജനദ്രോഹപരമായ നടപടിയാണെന്നും വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകി. പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ MC മാത്യു, ബൂത്ത് ജനറൽ സെക്രട്ടറി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഇതിൽ ഈ പരിസരവാസികളായിട്ടുള്ള നാട്ടുകാർ കുട്ടികളൊക്കെ കൂടി കുളിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു കുളമാണ്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നീന്താൻ പഠിക്കാനും കുളിക്കുന്ന ഒരു സാഹചര്യമാണ്. 12 അടി താഴ്ചയിൽ ഈ കുളത്തിൻ്റെ നടുക്കിൽ കുഴി കുത്തി കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞാൽ ആരെങ്കിലും ചാടി കുളിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഇതിൻ്റെ നടുക്കിൽ കുഴി ഉണ്ടാക്കിയത് പഞ്ചായത്ത് അതിൻ്റെ മുകളിൽ അടിയന്തരമായിട്ടുള്ള നടപടി നടത്തണം. CPIM കൈപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയിലെ പുത്തൂരിൽ പാർട്ടിയുടെ കൊടിക്കാലും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. MA വിശ്വനാഥൻ അധ്യക്ഷനായി. കൈപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി ഷാജു ജോസ്, മഹിളാ അസോസിയേഷൻ പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് മിനി ബാബു, നികേഷ്, VG ഗോപി എന്നിവർ സംസാരിച്ചു. കർഷകരുടെ കണ്ണീരിന് അറുതിയായില്ല. കൊയ്ത്ത് കഴിഞ്ഞ ഉപ്പുങ്ങൽ കോൾപ്പാടത്ത് വൈക്കോൽ കെട്ടിക്കിടക്കുന്നു. 4000-ലധികം വൈക്കോൽ കെട്ടുകളാണ് പാടത്തും കർഷകരുടെ വീട്ടുമുറ്റത്തും കൂട്ടിയിട്ടിരിക്കുന്നത്. ഉപ്പുങ്ങൽ വടക്കേ പടവുകളിലെ കർഷകരുടെ വൈക്കോലാണ് എടുക്കാനാളില്ലാതെ പാടത്തും വീട്ടുപറമ്പിലും കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ വർഷം കെട്ടൊന്നിന് 110 രൂപ മുതൽ 130 രൂപ വരെ കിട്ടിയിരുന്നത് ഈ വർഷം 60 രൂപയ്ക്ക് പോലും എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. കൊയ്ത്തിനുശേഷം സർക്കാരിൽ നിന്ന് നെല്ലിന്റെ തുക ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക്
കുറച്ച് ആശ്വാസമായിരുന്നു വൈക്കോൽ കച്ചവടം. വൈക്കോലിന് ഇക്കുറി ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി മാറി. വൈക്കോൽ യഥേഷ്ടം കൊണ്ടുപോയിരുന്ന കർഷകർ ക്ഷീരമേഖലയിൽ നിന്ന് അകന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് യന്ത്രം ഉപയോഗിച്ച് വൈക്കോൽ കെട്ടുകളാക്കുന്നതിന് കെട്ടൊന്നിന് 30 രൂപ നൽകണം. ഇതിനു പുറമെ കയറ്റിറക്കുകൂലി, വാഹനവാടക എന്നീ ഇനങ്ങളിൽ ചെലവുകൾ വേറെയും വരും. ഭാരിച്ച ചെലവുകൾ സഹിച്ച് വൈക്കോൽ കെട്ടുകൾ വീടുകളിൽ ശേഖരിച്ച കർഷകരാണ് ഏറെ ദുരിതത്തിലായത്. വൈക്കോലെടുക്കാൻ ആളില്ലാതായതോടെ കൊയ്ത്തു നടത്തിയ കർഷകർ വൈക്കോൽ കെട്ടുകളാക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട്. വേനൽ മഴ പെയ്താൽ വൈക്കോൽ പാടത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് നശിച്ചുപോകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഏറെ യാതനകൾ സഹിച്ചും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തും കൃഷിയിറക്കിയ കർഷകർക്ക് ഇരുട്ടടിയാണ് നിലവിലെ പ്രതിസന്ധി. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയും തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ദീർഘകാലം എളവള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന PC ജോസഫിന്റെ 21ാമത് ചരമവാർഷിക ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ലോക്കൽ പരിധിയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി. CF രാജൻ, തുളസി രാമചന്ദ്രൻ, AS സതീഷ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ്, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. സ്കൂളിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് ഇറങ്ങി വന്ന കാറിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർക്ക് പരിക്കില്ല. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗവും പാറന്നൂർ ജനകീയ വായനശാല സ്ഥാപകാംഗവുമായിരുന്ന PI ചേറുകുട്ടി അനുസ്മരണം ഞായറാഴ്ച നടക്കും. പാറന്നൂർ ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല ഹാളിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്യും. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിക്കും. KEL ചെയർമാൻ PK രാജൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജുല്ലറ്റ് വിനു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MB പ്രവീൺ, CJ ജിജു മാസ്റ്റർ, ആന്റോ പോൾ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, TP റാഫേൽ, KP വിശ്വനാഥൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. 1964 മുതൽ 1979 വരെ 16 വർഷക്കാലം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ചേറുകുട്ടി ചൂണ്ടൽ ക്ഷീരസംഘം ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 25-നായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം പുനരാരംഭിച്ചു. 2013-ലാണ് അകലാട് ബദർപ്പള്ളി കോമൽക്കടവ് ഭാഗത്തെ വീട്ടുകാർക്ക് അകലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത്. പ്രദേശത്തുകാരുടെ ഏറെ നാളത്തെ കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത്. ബദർപ്പള്ളിക്ക് എതിർവശം ട്രസ്റ്റ് രക്ഷാധികാരി ഷറഫുദ്ദീന്റെ വീട്ടുപറമ്പിൽ കുടിവെള്ള സ്രോതസ് കണ്ടെത്തി ജലസംഭരണി സ്ഥാപിച്ചായിരുന്നു കുടിവെള്ള വിതരണം നടത്തിയിരുന്നത്. എന്നാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഹൈവേ അതോറിറ്റി ഏറ്റെടുത്തതിനെ തുടർന്ന് താൽക്കാലികമായി വിതരണം ഈ സ്രോതസ്സിൽ നിന്ന് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പരേതനായ കോമൽ ഹംസുവിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെ മറ്റൊരു ജലസ്രോതസ് കണ്ടെത്തി കുടിവെള്ള വിതരണത്തിന് അവസരമൊരുക്കുകയും ചെയ്തു. മഴക്കാലത്തും വേനൽക്കാലത്തും കുടിവെള്ളം കിട്ടാക്കനിയായ കോമൽ തറയിലെ 20ഓളം വീടുകളിലേക്കാണ് വെള്ളമെത്തിക്കുന്നത്. ഇതിനുവേണ്ടി 1 കിലോമീറ്ററോളം ഗ്രൗണ്ട് പൈപ്പ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നവീകരണം നടത്തിയ കുടിവെള്ളം വിതരണോദ്ഘാടനം പരേതനായ ഹംസുവിന്റെ മകൻ MH ഹാഷിർ നിർവഹിച്ചു. ഖലീഫ ട്രസ്റ്റ് രക്ഷാധികാരി TK ഉസ്മാൻ പദ്ധതി വിശദീകരണം നടത്തിയ ചടങ്ങിൽ വാർഡ് മെമ്പർ C അഷറഫ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി PP ഫൈസൽ, രക്ഷാധികാരികളായ TM നൂറുദ്ദീൻ, MC റഹീം, MV ഹനീഫ, MP അബ്ദു, മുൻ വാർഡ് മെമ്പർ PV ശിവാനന്ദൻ, ഹുസൈന ഡയൂർ, KV ത്വൽഹത്ത് തുടങ്ങി ട്രസ്റ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 മണിക്കൂർ വീതം കുടിവെള്ള വിതരണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായി കുടിവെള്ള കമ്മിറ്റി രൂപീകരിക്കുകയും അബ്ദുമോനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. സംസ്ഥാന പാതയിലെ ചങ്ങരംകുളം കോലിക്കരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കടവല്ലൂർ വട്ടമാവ് സ്വദേശികളായ എഴിക്കോട്ടയിൽ 30 വയസ്സുള്ള ഫാറൂഖ്, 26 വയസ്സുള്ള ഫായിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഫാറൂഖിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ കോലിക്കര ബാമാസ് ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് അപകടം നടന്നത്. അപകടത്തിൽ 2 സ്കൂട്ടറുകളും ഭാഗികമായി തകർന്നു.
കുട്ടി കർഷകരുടെ ജൈവ വെള്ളരി കൃഷി വിളവെടുത്തു. ഗുരുവായൂർ കാരക്കാട് അന്തിക്കാട്ട് റൈനസ് നിഷ ദമ്പതികളുടെ മക്കളായ കൃഷ്ണദാസും റിയയും നട്ടുനനച്ചു വളർത്തിയ ജൈവ വെള്ളരിയാണ് വിളവെടുത്തത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ റിയയും 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ കൃഷ്ണദാസും പരീക്ഷാ ചൂടിനിടെയാണ് വിത്തിറക്കിയത്. കൃഷിയെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തതിനാൽ വിഷുവിന് വിളവെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 100 മേനി വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിവർ. ഗുരുവായൂർ ACP C സുന്ദരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ RV ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K ജോഷിമോൻ, പൊതുപ്രവർത്തകരായ CD ജോൺസൺ, KN രാജേഷ്, VK അജിത് കുമാർ, TA അഹമ്മദ് കുട്ടി, KU അച്യുതൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാർക്കും വ്യാപാരികൾക്കുമായി കൃഷിയിടത്തിൽ വെച്ച് തന്നെ വെള്ളരി വിൽപ്പന നടത്തി. അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നയൂർകുളം KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AEO പരിസരത്ത് നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK മൊയ്തുണ്ണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് അഷ്റഫ് ചോലയിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KH റാഫി, ഹുസൈൻ വലിയകത്ത്, CM ഗഫൂർ, MC ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6570 രൂപ, പവന് 52,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 87 രൂപ. അബുദാബിയിൽ കാണാതായ ചാവക്കാട് ഒരുമനയൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരുമനയൂർ കിണറിന് പടിഞ്ഞാറേ വശം കാളത്ത് സലീമിന്റെ മകൻ 28 വയസ്സുള്ള ഷെമീലാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 31-നാണ് ഷെമീലിനെ കാണാതായത്. അബുദാബി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റിട്ടയേർഡ് ഇന്റലിജന്റ് ഉദ്യോഗസ്ഥൻ അയ്യമ്പറമ്പ് വാഴപ്പള്ളി വീട്ടിൽ വർഗീസ് ജോൺ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്നു. ഉഷ ഭാര്യയും ജോൺ ലാസർ എന്നിവർ മക്കളുമാണ്. കടവല്ലൂർ കിഴക്കേപ്പാട്ട് ബാലൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പള്ളത്ത് നടന്നു. ശാന്തയാണ് ഭാര്യ. ജയപ്രകാശ്, ലിജി എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി പുത്തിരി അന്തോണി ഭാര്യ ത്രേസ്യ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയത്തിൽ നടന്നു. റോസി, സേവി, ജോയി, ജോളി എന്നിവർ മക്കളാണ്. പഴഞ്ഞി മങ്ങാട് പട്ടിത്തടം കൊള്ളന്നൂർ വറുതു ഭാര്യ ലൂസി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2:30 പഴഞ്ഞി മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. വടുതല ജുമാ മസ്ജിദിന് പടിഞ്ഞാറുവശം കൂളിയാട്ടയിൽ പരേതനായ കുഞ്ഞു മുഹമ്മദ് ഭാര്യ പാത്തക്കുട്ടി നിര്യാതയായി. 90 വയസ്സായിരുന്നു. വയലത്തൂർ ചേറ്റിയാട്ടിൽ കുടുംബാംഗമാണ്. ഖബറടക്കം വടുതല ജുമാ മസ്ജിദിൽ നടന്നു. സെഫിയ, മുസ്തഫ എന്ന മുത്തു, ലൈല, മൈമൂന, ഹസീന, പരേതനായ അബ്ദുൽ കരീം എന്നിവർ മക്കളാണ്. പുന്നയൂർ എടക്കര ജുമാഅത്ത് പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ ബാപ്പു ഹാജി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. പരേതയായ മൈമൂനയാണ് ഭാര്യ. നസീർ, സത്താർ, അൻവർ, അസ്മാബി, ശൈലജ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി ആലിക്കര മലയൻചാത്ത് കുഞ്ഞുമോൻ എന്ന സുബ്രഹ്മണ്യൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. തങ്കയാണ് ഭാര്യ. സനീഷ്, രജനി, രജിത, സബിത, സജിത എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അധ്യയന വർഷത്തിന് തുടക്കമാവുക ജൂൺ 3-ലെ പ്രവേശനോത്സവത്തോടെ. സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും വർദ്ധിപ്പിക്കും. ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതിക്ക് യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗുണകരമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. പുതിയ സർക്കുലർ പുറത്തിറക്കി ഗതാഗത വകുപ്പ്. പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തുകയും 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവിൽ ഇളവ് വരുത്തിയുമാണ് പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹം. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് കണ്ടത് കാട്ടുപൂച്ചയാണെന്ന നിഗമനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.